വനങ്ങളുടെ നാടായ പാലക്കാട് പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ശ്രീരാമ ലക്ഷ്മണന്മാർ പ്രതിഷ്ഠയായ തേനാരി ശ്രീരാമ തീർത്ഥക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിത്യം പ്രവഹിക്കുന്ന ശ്രീരാമ തീർത്ഥമാണ് തേനാരിയെ പുണ്യസ്ഥലമാക്കി മാറ്റുന്നത്. സിനിമാ താരങ്ങളുടെ ഇഷ്ടകേന്ദ്രം കൂടിയായ തേനാരി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ്. പാലക്കാടൻ വയലേലകളിലെ ചെറുകാറ്റേറ്റ് നട്ടുവഴികൾ കടന്ന് തേനാരിയിലേക്ക് അകലെ നിന്നേ കാണാം വയലിനു നടുവിലെ കൊച്ചുക്ഷേത്രം. ശ്രീരാമ ലക്ഷ്മണന്മാരാണ് പ്രധാന പ്രതിഷ്ഠ. ഹനുമാനും ഗണേശനും ഉപദേവതകൾ. പ്രധാന പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി കൃഷ്ണപ്പരുന്തിന്റെ ചെറിയൊരു ശില്പം, അതിനോട് ചേർന്ന് കല്ലിൽ കൊത്തിയ കാൽപ്പാടുകളും. ഈ ശ്രീരാമ വനവാസം പോകുമ്പോൾ ഈ വഴിക്ക് വരികയും ഈ മധ്യാഹ്നത്തിൽ താമസിക്കുകയും ആ താമസിക്കുന്ന വേളയിൽ ലക്ഷ്മണനൊരു പാപം കിട്ടുകയും വ്യാസമഹർഷീൻ്റെ അശ്രീതി പ്രകാരം ശ്രീരാമൻ അമ്പെയ്ത് കാശി ഗംഗാതീർത്ഥവിടെ വരികയും അതിൽ കുളിച്ച് പാപം മുക്തി നേടിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. പിന്നെ ഇവിടെ ബലിതർപ്പണമാണ് ഏറ്റവും പ്രാധാന്യം. എല്ലാ ദിവസവും കാലത്ത് 5 മണിയിലിരുന്ന് 10 മണി വരെയാണ് പിതൃദോഷ പൂജകളാണ് നടത്താറുള്ളത്. പ്രധാന പ്രതിഷ്ഠയ്ക്കും കാൽപ്പാടുകൾക്കുമിടയിലെ ഇരുമ്പ് മറയുള്ള ചതുരക്കിണർ ശ്രീരാമതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. രാമജപം ചൊല്ലുമ്പോൾ വെള്ളത്തിൽ കുമിളകൾ പൊന്തും. ഇവിടെ അടുത്തുള്ള എല്ലാ പഞ്ചായത്തും, ചിറ്റൂർ തത്തമംഗൽ നഗരസഭ, ഈ അടുത്ത് വരുന്ന 5-6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും എല്ലാ ക്ഷേത്രങ്ങളും അവിടുത്തെ പരിസരത്തെ ഭക്തന്മാരും എന്നും ഇവിടെ തീർത്ഥം എടുക്കാൻ വരാറുണ്ട്. ഇവിടുത്തെ തീർത്ഥം കൊണ്ടുപോയി ക്ഷേത്രത്തിലെ കുംഭാഭിഷേകം, മറ്റുള്ള പ്രധാനപ്പെട്ട പൂജകളെല്ലാം തന്നെ ഇവിടുത്തെ കൊണ്ടുപോയി അതിൽ കുളിപ്പിച്ച് അവിടെ പ്രതിഷ്ഠ ആവാഹിച്ചെടുത്താണ് അവരൊരു വിശ്വാസം, സങ്കല്പങ്ങളും അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവുന്നത്. കാളയുടെ രൂപത്തിലുള്ള ശില്പത്തിന്റെ വായ്ഭാഗത്തു നിന്ന് രാമതീർത്ഥം നിത്യം പ്രവഹിക്കുന്നു. ഈ തീർത്ഥത്തിൽ കുളിക്കുന്നത് വഴി ഗംഗാസ്നാനത്തിന് തുല്യമായ പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. പാലക്കാട്ടെയും തൊട്ടടുത്ത തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ തേനാരിയിൽ നിന്ന് അഭിഷേകത്തിനായി തീർത്ഥം കൊണ്ടുപോകും. ഈ തീർത്ഥാഭിഷേകത്തോടെയാകും ആചാരങ്ങളുടെ തുടക്കം. ഓരോ ദിവസവും നിരവധി ഭക്തരാണ് ഈ അപൂർവ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത്. കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീരാമ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. തീർത്ഥം എന്നാണ് കൂടുതൽ ആൾക്കാരും അറിയപ്പെടുന്നത്. അത് ഈ അമ്പലത്തിലുള്ള ആ തീർത്ഥത്തിൻ്റെ ഒരു പുണ്യം കൊണ്ട് തന്നെയാണ് തീർത്ഥം എന്നുള്ളൊരു പേര് വന്നത് തന്നെ. ഒപ്പം തന്നെ ശ്രീരാമൻ അമ്പെയ്ത് വെള്ളം കിട്ടിയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ തീർത്ഥക്കുളം സംരക്ഷിക്കുന്നത്. കേരളത്തിലെ പ്രധാന സിനിമാ ലൊക്കേഷനുകളിൽ ഒന്നുകൂടിയാണ് തേനാരി ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും. സ്ഥിരമായി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സിനിമാ അഭിനേതാക്കളുമുണ്ട്. ജയൻ രവി ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കർക്കിടക മാസത്തിലൊക്കെ കർക്കിടക കഞ്ഞി എന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമാ നടന്മാരും പിന്നെ നടികളും സീരിയൽ നടന്മാരും എല്ലാം വന്ന് ആ പ്രാധാന്യം, കർക്കിടക കഞ്ഞിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ വന്ന് കഴിച്ച് എന്നിട്ടാണ് അവർ പോകാറ്. വന്ന് തൊഴുതാൻ ഒരു പ്രാവശ്യം തൊഴുതി വന്നാൽ 2 മാസത്തിൽ ഒരു പ്രാവശ്യം കൂടി അവർക്ക് വരാൻ തോന്നും. എല്ലാ ദിവസവും ബലിതർപ്പണം നടക്കുന്നു എന്നതാണ് തേനാരി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. കറുത്ത വാവ് ദിവസം 1500 മുതൽ 2000 പേർ വരെ ബലിയിടാനെത്തും. കന്നിമാസ കറുത്തവാവ്, തുലാമാസ കറുത്തവാവ്, മകരമാസ കറുത്തവാവ് എന്നീ ദിവസങ്ങൾ ബലിതർപ്പണത്തിന് വിശേഷമാണ്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.